ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കഥ ഒന്ന് ലാഗടിക്കുന്നു എന്ന് ഒരു സംശയം. അങ്ങനെ ലാഗായിട്ടല്ല, ഓരോ ദിവസം കഴിയും തോറും ഭയങ്കരമായിട്ട് ലാഗടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. പക്ഷേ രാധാമണിയുടെ ആ ഒരു മാറ്റം കാണാനായിട്ടൊരു തോന്നുന്നത് കൊണ്ടായിരിക്കാം രാധാമണിയിൽ വരുന്ന മാറ്റം അപർണയെയും തമ്പിയെയും എങ്ങനെ ബാധിക്കും, അവരുടെ ആ ഒരു കളികളെല്ലാം ക്രൂരതകളെല്ലാം തകരണം, അങ്ങനെയൊക്കെ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നിയത് കൊണ്ടായിരിക്കാം എനിക്ക് പേഴ്സണലി തോന്നിയത് കഥ കുറച്ച് ലാഗിങ് എന്നാണ് എനിക്ക് തോന്നിയതാണ്. പക്ഷേ രാധാമണി പെട്ടെന്ന് തന്നെ സംസാരിക്കണം, തമ്പിയെയും അപർണയും തമ്മിൽ പിരിക്കണം, തമ്പിയുടെ എല്ലാ ക്രൂരതകളും എല്ലാവരും അറിയണം. അങ്ങനെ അപർണ തന്നെ തമ്പിയുടെ മുഖത്ത് നോക്കി ഇപ്പോൾ ഇത്രയും നാളും തന്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരുപാട് അഭിമാനിച്ച അപർണ തന്നെ ആ അച്ഛനെതിരെ വിരൽ ചൂണ്ടണം. ഇതൊക്കെ കാണാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഈ വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു ജാനകിയുടെ ജീവിതത്തിലേക്ക്, നകുലൻ. എന്നാൽ നകുലൻ എന്ന് പറയുന്ന ക്യാരക്ടർ യഥാർത്ഥത്തിൽ അറിയാം. നകുലൻ ഒരുപാട് ജാനകിയുടെ ജീവിതത്തെ ജാനകിയുടെ സ്വപ്നങ്ങളെ തകർത്ത ഒരാൾ തന്നെയാണ്. എന്നാൽ ആ നകുലൻ കാരണം ഇനി ജാനകി എന്തൊക്കെ വേദനകളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നകുലൻ എന്ന് പറയുന്ന ആ കഥാപാത്രം എത്രത്തോളം ജാനകിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരാണ് എന്ന് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമുക്ക് അറിയാം. മുമ്പ് ജാനകി സൂര്യനാരായണന്റെ ഓഫീസിലെ ജോലിക്ക് വന്ന സമയത്ത് സൂര്യനാരായണൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിയോട് പറയുന്ന സമയത്തായിരുന്നു സൂര്യനാരായണൻ ഇതിനെപ്പറ്റി പറഞ്ഞത്. ജാനകി തന്റെ കമ്പനിയിൽ വരുന്നതിന് മുന്നേ തന്നെ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു എന്നും അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ജാനകിക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. അവിടുന്ന് ജാനകി എന്നേക്കുമായിട്ട് പടിയിറങ്ങി, ജോലിക്ക് പോകാൻ പറ്റാതെ പടിയിറങ്ങി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചാണ് ജാനകി തിരികെ ഇവിടെ സൂര്യപ്രഭ ഓർഗനൈസേഷനിൽ വരുന്നതെന്നും അവിടെ ആ ഒരു കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മദർ ആഗ്നസ് തന്നെയാണ് തന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ തന്നെയാണ് ജാനകിയെ നമ്മുടെ കമ്പനിയിലോട്ട് ഇന്റർവ്യൂവിന് വിളിച്ചത് എന്നൊക്കെ സൂര്യനാരായണൻ അഭിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥയിലെ, അതായത് ജാനകി മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ജാനകി മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ പ്രശ്നക്കാരനായിരുന്നു നകുലൻ കാരണമായിരുന്നു ജാനകി ആ കമ്പനിയെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് നേരെ സൂര്യപ്രഭ ഓർഗനൈസേഷനിൽ വരാൻ കാരണവും പിന്നെ അതിനുശേഷം നകുലനും അവിടെ ജാനകിയും അഭിയും തമ്മിലുള്ള വിവാഹം നടക്കാനൊക്കെ കാരണമായത്. എന്നാൽ ഇപ്പോഴും രാധാമണിയുടെ ആ ഒരു പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒന്നും ഒരു മാറ്റവും കണ്ടിട്ടില്ല. രാധാമണിക്ക് മാറ്റം സംഭവിക്കാൻ തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു എലിസബത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ ചികിത്സ തേടുന്നതും. അങ്ങനെ ആ ഒരു ഡോക്ടറിന്റെ ചികിത്സ തേടുക മാത്രമല്ല, തമ്പിയുടെ ഫോട്ടോ വെച്ചിട്ട് തമ്പിയുടെ പഴയകാല ചിത്രം കാണിച്ച് രാധാമണിക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി അഭിയും ജാനകിയും തീരുമാനിച്ചു. അങ്ങനെ അഭി ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞ് പഴയ തമ്പിയുടെ പണ്ടത്തെ 25 വർഷം മുൻപത്തെ ഉള്ള ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം ഫ്രെയിം ചെയ്ത് അഭി ജാനകിയെ കാണിച്ചു. അപ്പൊ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ അഭിക്ക് ഏകദേശം ഓക്കെ ആയി. പക്ഷെ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ ജാനകിക്ക് ഭയങ്കര ഒരു ഞെട്ടല് തന്നെയായിരുന്നു. ജാനകി പറഞ്ഞത്, ഇത് എനിക്ക് തോന്നുന്നില്ല, ഇത് തമ്പിയാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പും തോന്നുന്നില്ല. കാരണം തമ്പിയുമായിട്ട് ഈ ഫോട്ടോയ്ക്ക് യാതൊരു രൂപസാദൃശ്യവുമില്ല. ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ തമ്പിയാണെന്ന് പറയത്തേ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് തമ്പിയാണെന്ന് അമ്മ കണ്ടുപിടിക്കുക? അതും ഒന്നും ഓർമ്മയില്ലാത്ത അമ്മ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ജാനകി ചോദിച്ചത്. എന്നാൽ ഈ ഒരു തമ്പിയുടെ ഈ ഒരു ചിത്രവും കൊണ്ട് സക്കീർ ബായ് തമ്പിയുടെ അടുത്ത് ചെന്നിട്ടുണ്ടെന്നും തമ്പിയെ ഈ ചിത്രം കാണിക്കും, അപ്പോൾ തമ്പിക്ക് ഒരു ഷോക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് തമ്പിയുടെ ചിത്രമാണെന്ന് തന്നെ ഉറപ്പിക്കാം എന്ന് അഭി പറഞ്ഞിട്ടാണ് ഒരു ജാനകി ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ അത് ഉറപ്പിച്ചു. ആ ഒരു ചിത്രം കണ്ടിട്ട് തമ്പി ഒന്ന് ഞെട്ടി. മാത്രമല്ല, ഈ ഒരു ചിത്രം തമ്പിയുടേതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്ത് ജാനകി എങ്ങനെയെങ്കിലും ഈ ഫോട്ടോ, അതും ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ അമ്മയെ കാണിക്കണം, അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടണം. ഇതൊക്കെയായിരുന്നു ജാനകിയുടെ പ്ലാൻ.
ഇതിനിടയിൽ ജാനകി കുറേ നാളായിട്ട് മാറി നിന്നതിന് ശേഷം തിരികെ വീട്ടിലെത്തുന്ന ദിവസമാണ്. അന്ന് വീട്ടിലെത്തിയപ്പോൾ അപർണ പ്രഭാവതിയുടെ മുന്നിൽ വെച്ച് ജാനകി ഒരുപാട് കളിയാക്കി, ഒരുപാട് അപമാനിച്ചു. നീ ഒരിക്കലും ജോലിക്കല്ല പോയത്, മറിച്ച് നീ നിന്റെ അമ്മയുടെ ഒപ്പമാണ് പോയത് എന്നാണ് അപർണ പറഞ്ഞത്. നീ ഒരു സ്ത്രീയെ തന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അഭിനയിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ ആ സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് യഥാർത്ഥ സത്യം എന്താണെന്ന് അവരിൽ നിന്നും ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരും. ഞാൻ അവരിൽ നിന്നും ആ സത്യം അറിയുകയും ചെയ്യും. നിന്റെ അമ്മയല്ല, പകരം അഭിനയിക്കാനായിട്ട് വന്നതാണ് എന്നുള്ള സത്യവും കൂടി ഞാൻ അവരിൽ നിന്നും പുറത്തു കൊണ്ടുവരും. അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ അങ്ങനെ പറയണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു ഊമയായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞ അപർണ കളിയാക്കുവാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും ജാനകിയുടെ അമ്മ ഇവിടെ വരാൻ പോകുന്നില്ല, ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നാണ് അപർണയുടെ വാദം. എന്നാൽ ഈ സംസാരങ്ങൾ നടക്കുമ്പോൾ ജാനകി തന്റെ അമ്മയെ കാണാനായിട്ട് അങ്ങ് തിരികെ പോയി. അങ്ങനെ അമ്മയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോകുവാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് ജാനകി നകുലന്റെ സാന്നിധ്യം തിരിച്ചറിയുവാണ്. നകുലന്റെ ഒരു സുഹൃത്തും സഹോദരനൊക്കെ ആയിട്ടുള്ള ഒരാള് ജാനകി ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയും അങ്ങനെ അയാളെ കണ്ടതിന് ശേഷമാണ്, അയാളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് നകുലൻ ജീവിച്ചിരിപ്പുള്ള കാര്യം, തന്നെ അന്വേഷിക്കുന്ന കാര്യമൊക്കെ ജാനകി തിരിച്ചറിയുന്നത്. അയാളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ജാനകി ശ്രമിച്ചു. എന്നാൽ ആ സമയത്തും അയാൾ പറഞ്ഞത്, ജാനകി നകുലിനെ വിളിച്ചില്ലേ, നകുലിനെ കണ്ടില്ലേ എന്നാണ്. എന്നാൽ എനിക്ക് അയാളെ കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ എന്തിനാണ് അയാളെ കാണുന്നത്, ഞാൻ എന്തിനാണ് അയാളെ വിളിക്കുന്നത്, എനിക്ക് ആരെയും വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് ജാനകി അയാളോട് പറഞ്ഞത്. പക്ഷേ തന്നെ കൊല്ലാനായിട്ട്, തന്റെ ജീവിതം തകർക്കാനായിട്ട് നകുലൻ കാത്തിരിപ്പുണ്ടെന്ന് ജാനകി തിരിച്ചറിഞ്ഞു. വലിയൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ്. ഒരു സൈഡില് തന്റെ അമ്മയെ രക്ഷിക്കണം, എന്നിട്ട് തമ്പിയെയും അപർണയും തകർക്കണം, തന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഇതിനിടയിൽ നകുലിന്റെ കാര്യവും നോക്കണം. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ജാനകി. ഇതിൽ നിന്നും ജാനകി എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.